പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം തുടർച്ചയായി വീണ്ടും നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഫലമാണല്ലോ ക്ഷമ. സാമൂഹ്യ ജീവിതം നയിക്കുന്ന പ്രത്യേകിച്ചും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് ക്ഷമ. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ, പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്പസ്തോലപ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 55 മുതൽ 60 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിച്ചാൽ, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ചില സംഭവങ്ങൾ കാണുവാൻ സാധിക്കും. എസ്തഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു രംഗം നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാൻ സാധിക്കും. സഭയുടെ പാരമ്പര്യത്തിലുമൊക്കെ പറയുന്നത് എസ്തഫാനോസ് യഥാർത്ഥത്തിൽ പത്രോസിനെയൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നൊരു സഹായിയായിരുന്നു. ചിലരൊക്കെ പറയാറുണ്ട്, ചില ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട്, എസ്തഫാനോസ് ശുശ്രൂഷകൾ നടക്കുന്ന സമയത്ത് അടുക്കള വേല ചെയ്യുന്ന അടുക്കളപ്പണിക്കാരനായിരുന്നു, അല്ലെ കഞ്ഞിവെപ്പുകാരനാണെന്ന് വരെ പറയുന്ന സഭാ പണ്ഡിതന്മാരുണ്ട്. അത് ശരിയായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈ പറയപ്പെട്ട എസ്തഫാനോസ് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന രംഗം ഈ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന എസ്തഫാനോസ്. പരിണിത ഫലമായിട്ട് എന്ത് സംഭവിച്ചു? യഹൂദന്മാരെല്ലാവരും ഒരുമിച്ച് കൂടുന്നു. അവർ ജനങ്ങളെ പ്രേരിപ്പിച്ച് എസ്തഫാനോസിനെ കല്ലെറിയിപ്പിക്കുക ചെയ്തു. എസ്തഫാനോസിനെ കല്ലെറിയിക്കുന്നു സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പരിണിതഫലമായിട്ട്. ഇന്നും ഈ കാലഘട്ടത്തിൽ സുവിശേഷം പറയുന്ന അനേകം വ്യക്തികളെ സോഷ്യൽ മീഡിയയിലൂടെയും സാമൂഹ്യമായ പശ്ചാത്തലത്തിലും ഇടവക തലങ്ങളിലും കൂട്ടായ്മ തലങ്ങളിലുമെല്ലാം കല്ലെറിയുന്ന അനേകം യഹൂദ പ്രമാണികളെ, പരീശ പ്രമാണികളെ ഈ കാലഘട്ടത്തിലും കാണാൻ സാധിക്കും. ഇന്ന് തിരുസഭയിലുള്ള ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ മാമോദിസ സ്വീകരിച്ച ഈ ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്വം ക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നതാണ്. ഇന്ന് ആ സുവിശേഷം കൊടുക്കേണ്ടതിന് പകരം സുവിശേഷം ഏതെങ്കിലും വ്യക്തികൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കല്ലെറിയുകയും അവരെ വിമർശിക്കുകയും ചെയ്യുന്ന, കല്ലെറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുകൊണ്ടല്ല, നാവുകൊണ്ടുള്ള കല്ലേറ്, പരദൂഷണവും ഏഷണിയുമാകുന്ന കല്ലേറ്, നുണപ്രചരണങ്ങളും അപവാദപ്രചരണങ്ങളുമാകുന്ന കല്ലേറ്, ഇതെല്ലാം നടത്തിക്കൊണ്ട് ഫോണിലൂടെ വിളിച്ചു പറഞ്ഞ് ഇന്നവൻ ഇന്ന തരത്തിലുള്ളവനാണെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവനെ കല്ലെറിയിക്കുന്ന പ്രമാണിമാര് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ എസ്തഫാനോസിനെ കല്ലെറിയുകയാണ്. കല്ലെറിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഓരോ കല്ലേറിൻ ശരീരത്ത് കൊള്ളുമ്പോൾ ഈ വേദന അനുഭവിച്ചുകൊണ്ട് ഈ കല്ലെറിഞ്ഞ ഓരോ വ്യക്തിയോടും ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ വലിയൊരു ഉടമയെ നമുക്കവിടെ കാണുവാൻ സാധിക്കും എസ്തഫാനോസിനെ. പ്രിയ സഹോദരങ്ങളെ, എസ്തഫാനോസ് പറയുകയാണ് കല്ലെറിയുന്ന സമയത്ത്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, പിതാവിൻ്റെ വലതുവശത്ത് യേശു എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഉടനെ ഇതാ ഏറ് നന്നായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ എറിയുന്ന സമയത്ത് എസ്തഫാനോസ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. കർത്താവെ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട്
പൂർണ്ണമായും തന്നെ കല്ലെറിഞ്ഞവരോട് ക്ഷമിക്കുന്ന ഒരു എസ്തപ്പാനോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, സഭയിൽ പോലും പല ഗ്രൂപ്പുകളായി നിന്നുകൊണ്ട് പരസ്പരം ചെളിയെറിയുക മാത്രമല്ല, കല്ലേറ്, ലാത്തിച്ചാർജ്, പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കല്, കേസ് കൊടുക്കല്, കൃത്രിമമായിട്ടുള്ള രേഖ ചമയ്ക്കല്, നുണപ്രചരണവും ഏഷണി പ്രചരണവും നടത്തിക്കൊണ്ട് സഭയിലെ മക്കൾ പോലും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഇല്ലാതുകൊണ്ട് ഈ ഫലം പുറപ്പെടുവിക്കേണ്ടതിന് പകരം, ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ഫലം പുറപ്പെടുവിക്കേണ്ടതിന് പകരം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കലഹത്തിൻ്റെയും ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ സഭയിൽ ധാരാളമുണ്ട്. ഒരുപക്ഷെ ഇവർ തിരിച്ചറിയുന്നില്ല ആരെയാണ് കല്ലെറിയുന്നത്. ഇവിടെ എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ എസ്തപ്പാനോസ് ക്ഷമിക്കുന്നു. എസ്തപ്പാനോസ് പറയുകയാണ്, കർത്താവേ, ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുതേ. സഹനവും ക്ഷമയും, ഇത് രണ്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. കല്ലേറ് കിട്ടിയപ്പോൾ ഉണ്ടായ പ്രതികരണം ആ സഹനത്തിൻ്റെ പ്രതികരണമാണ്. അവരെ സ്നേഹിച്ചുകൊണ്ട് പിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു, അതോടൊപ്പം അവരോട് ക്ഷമിക്കുന്നു. ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് സ്വർഗം തുറന്ന് അവൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്ന ഒരു യേശുവിനെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ സമൂഹത്തിൽ നിന്നും കല്ലേറുകൾ ഉണ്ടാകുമ്പോൾ ക്ഷമിച്ച് ദൈവത്തിന് മുമ്പിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന ആ വ്യക്തിയെ സ്വീകരിക്കുവാൻ വേണ്ടി കരം നീട്ടുന്ന ഒരു കർത്താവീശ്വ മിശിഹ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ അവിടുന്ന് സ്വർഗം തുറന്നു കൊടുത്തു. കർത്താവെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങളെ കല്ലെറിയുന്ന വ്യക്തികളുണ്ട്. അവരോടൊക്കെ ഒന്ന് ക്ഷമിക്കുവാൻ, ഓരോ കല്ലേറും ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ സഹനത്തോട് അവയെ ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.